ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. സോ നമുക്ക് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആൻഡ് ബൈ ദ വേ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഗിഫ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ല കിട്ടുമെന്നുള്ളതൊന്നും. ഞാൻ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടുമല്ല പോയത്. സോ ലെറ്റ്സ് വി ക്യാൻ ഓപ്പൺ ഇറ്റ്. ബൈ ദ വേ ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് എൻ്റെ ഒരു നെയ്ബർ തന്നതാണ്. സത്യം പറയാലോ, ഭയങ്കരമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റായിരിക്കും ഇത്. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല, ഇതുപോലത്തെ കയ്യിലില്ലാത്ത കുറച്ചും കൂടി ഡ്രസ്സസാണ് ഞാൻ പുറത്തിട്ടുകൊണ്ട് പോകാറുള്ളത്. സോ അവരത് കാണാറുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഐ ലൈക്ക് ഇറ്റ്. അടുത്തത് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഗിഫ്റ്റാണ്. ഇതും എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ട്രീറ്റിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിലൊരു ഫ്രണ്ട് എനിക്ക് തന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കാൻ നല്ല രസമാണ്. അതിങ്ങനെ പോകുന്നത് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാമല്ലോ. അടുത്തത് ഇത് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പാണ്ടക്കുട്ടനാണ് കേട്ടോ. പാണ്ടക്കുട്ടൻ എന്ന് പറയുമ്പം ഈ ഒരു സംഭവത്തെ നിങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ബൈ ദ വേ ഇതിനൊരു വലിയ സ്റ്റോറി ഉണ്ട്. എനിക്ക് ഈ ഒരു പാണ്ടക്കുട്ടനെ ഓൺലൈനിൽ മീഷോ ഞാൻ നോക്കിയപ്പം എനിക്കിത് മേടിക്കണം എന്നുണ്ടായി. ബട്ട് എൻ്റെ അമ്മ സമ്മതിച്ചില്ല. അങ്ങനെ സമ്മതിക്കാതെ എനിക്ക് കിട്ടിയിരുന്ന ഒരു സംഭവമാണ് എനിക്കിന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. അടുത്തത് കിട്ടിയിരിക്കുന്ന ഒരു കലണ്ടറാണ് കേട്ടോ. കലണ്ടറെന്ന് കണ്ടാൽ പറയില്ല. ഇതും എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. ആദ്യം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് എന്താടാന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു കലണ്ടറാന്ന് പറഞ്ഞു കേട്ടോ. കലണ്ടറാന്ന് പറഞ്ഞപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെ യൂസ് ചോദിച്ചപ്പോൾ കറക്കി കൊടുത്താൽ നമുക്ക് ഓരോ ഡേറ്റും മന്തും ഡേയും നമുക്ക് കറക്കി കൊടുത്താൽ നമ്മൾ എന്താണോ സംഭവം അത് കറക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അടുത്തത് ഇതുപോലത്തെ ഒരു മിററാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ നെയ്ബർ തന്ന മിററാണ് കേട്ടോ. സച്ച് എ ബ്യൂട്ടിഫുൾ തിങ് ദാറ്റ് ഐ എവർ കെയർ ഇൻ മൈ ലൈഫ്. സത്യം പറയാമല്ലോ, ആ രണ്ട് ഗിഫ്റ്റ് എനിക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്നതാണ്. എന്തായാലും അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്തത് ഈ രണ്ട് കമ്മലാണ് കേട്ടോ. കമ്മൽ എന്ന് പറയുമ്പം ഇതും എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. ടോട്ടൽ ഞാൻ ട്രീറ്റിന് വിളിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ മനസ്സിലാക്കായിട്ട് 5 ഫ്രണ്ട്സിനെ ആയിരുന്നു കേട്ടോ. കൂടെ ഞങ്ങളും കൂടെ ഒക്കെ ഉണ്ടായി. അപ്പോൾ അടുത്തത് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടോപ്പാണ്. ഈ ഒരു ടോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാമല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പാണ്. ബട്ട് ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിതിൽ ഏറ്റവും ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ ഇതായിട്ട് തോന്നിയ കാര്യമൊന്നുമല്ല. ഇത് എൻ്റെ സൈസല്ല ഗൈസ്. ഞാനതിൽ ഭയങ്കര അൺസാറ്റിസ്ഫൈഡ് ആണ്. ബട്ട് പിന്നീട് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതെൻ്റെ അമ്മയ്ക്ക് പാകാവുന്നതായിരുന്നു. ഞാൻ എൻ്റെ അമ്മയ്ക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്തു. കാര്യം ഇത് വെറുതെ യൂസ് ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ ഞാനിപ്പോൾ എടുത്ത ഒരു ഡിസിഷൻ. അതുകൊണ്ട് എനിക്ക് അതിനോർത്തിട്ട് ഇപ്പോഴും സങ്കടമില്ല. ഐ ആം സോ ഹാപ്പി വിത്ത് മൈ ഡിസിഷൻ. അടുത്തത് എനിക്കൊരു ബർത്ത്ഡേ ഹാമ്പറാണ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മൾ നേരത്തെ കണ്ട പാണ്ടക്കുട്ടനില്ലേ, ആ പാണ്ടക്കുട്ടൻ ഇതിനകത്തുള്ള ആളായിരുന്നു. പക്ഷെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു. അതിലെനിക്ക് നല്ലതെണ്ണമുണ്ട്. ബട്ട് ഞാൻ ഒന്നും കൂടെ കാണിക്കാം. പിന്നെ അടുത്തത് ഞാൻ എടുക്കുന്നത് ഒരു ഫ്ലവറിൻ്റെ ക്ലിപ്പാണ് കേട്ടോ. ഇതിന് ഒരു പിങ്ക് വലുത് എൻ്റെ കയ്യിലുണ്ടെങ്കിലും എനിക്കിതിൻ്റെ ബ്ലൂ തന്നെ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി സീരിയസ്ലി ഗൈസ്. പക്ഷേ എനിക്കത് ഫ്രണ്ടായിട്ട് തന്നെ സാധിച്ചു തന്നു. അടുത്തത് ഒരു വെറ്റ് വൈപ്സാണ്. സത്യം പറഞ്ഞാൽ എനിക്കിതുപോലെ ഐ മേക്കപ്പും അതുപോലെ ഫേസ് മേക്കപ്പൊക്കെ മായ്ക്കാനായിട്ടൊന്ന് വേണമായിരുന്നു. ആക്ച്വലി തീർന്നിരിക്കുകയായിരുന്നു സീരിയസ്ലി ഗൈസ്. പക്ഷേ ഞാൻ മേടിക്കുന്നതിന് മുൻപ് ആളെനിക്ക് മേടിച്ച് തന്നു. ആൻഡ് ഇത് എവിടെ നിന്ന് ഓപ്പൺ ചെയ്തു ഗൈസ്. ഓക്കെ, അടുത്തത് എനിക്ക് കിട്ടിയത് ഈ ഒരു ബോക്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു വലിയ ബോക്സിൻ്റെ ഹൈലൈറ്റ് ഒരു കുട്ടി ബോക്സ് ആയിരിക്കും. കാര്യം ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒരു റിങ്ങാണ് കേട്ടോ. അതും ഇതിൻ്റെ കറക്റ്റ് മാച്ചായിരുന്നു. അത് ഞാൻ വളരെ വണ്ടറായിപ്പോയി. കാര്യം കറക്റ്റ് മാച്ചുള്ള റിങ് തന്നെ അവളെനിക്ക് മേടിച്ചു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഐ ആം സോ ഹാപ്പി. അടുത്തത് എനിക്ക് കിട്ടിയത് ഈ ഒരു ആപ്പിൾ ഷേപ്പിലുള്ള പേപ്പർ സോപ്പാണ്. പിന്നെ ഞാൻ അവിടെ എന്തൊക്കെയോ കോപ്രായം ഭ്രാന്തും കാണിക്കുന്നുണ്ട്. കാര്യം ഞാൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് ഡ്രസ്സ് പോലും മാറാതെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഫുൾ ടയേർഡായിട്ട് എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നുണ്ട്. മൈൻഡ് ചെയ്യണ്ട ഗൈസ്. അടുത്ത് എനിക്കൊരു ബർത്ത്ഡേ കാർഡും കൂടെ ആട്ടോ കിട്ടിയത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്തൊരു കുഞ്ഞു സംഭവം കിട്ടിയപ്പോൾ ഞാൻ ഒരു വലിയ സ്വർണ്ണക്കട്ട കിട്ടിയതുപോലെയാണ് എൻ്റെ ഒരു എക്സൈറ്റ്. അറിയാമല്ലോ. സോ ഒരു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.